നമ്മുടെ മലയാളം പത്രങ്ങളിലൊക്കെ ഖംനഈ അഥവാ ആയത്തുള്ള ഖംനഈ എന്ന് പറയുന്ന ഈ ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് അദ്ദേഹത്തെ അട്ടിമറിക്കുമോ, അദ്ദേഹം തുടർന്നാൽ പോയാൽ അരാജകത്വത്തിൻ്റെ അരാഷ്ട്രീയവാദങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കീച്ചുകയാണ്. എല്ലാ ചാനലുകളിലും കീച്ചോടെ കീച്ചാണ്. ഇത് പറയുന്നത് കേട്ടാൽ തോന്നും അങ്ങനെ പുള്ളി പോകാൻ തീരുമാനിച്ചു, പെട്ടിയൊക്കെ എടുത്തു വെച്ചു, പുള്ളി എങ്ങാണ്ടോട്ട് പോയി എന്നൊക്കെ. യഥാർത്ഥത്തിൽ 86 വയസ്സിൽ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ചെറുപ്രായത്തിലുള്ള കൊച്ചുമകനോട് പോലും നീ വളരണം, വലിയ ആളാകണം, പഠിക്കണം, ഉദ്യോഗസ്ഥനാവണം, നല്ല സമ്പാദ്യമുണ്ടാക്കണം, എന്നിട്ടൊടുവിൽ രക്തസാക്ഷിത്വം വഹിക്കണം എന്ന് പറയുന്ന ഒരു ജീവിതചര്യയുടെയും ശൈലിയുടെയും ഭാഗമായിട്ടുള്ള ഇറാനിലെ ആളുകളെയാണ് ഈ പറയുന്നത് പോലെ അട്ടിമറിക്കുമോ, പിടിക്കുമോ, മറിക്കുമോ, അതെടുത്തുകൊണ്ടെങ്ങാണ്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം വെക്കുന്നത്. ഇതിനിടയിൽ മറ്റ് ഒരു രാജ്യത്ത് വളരെ സുഖമായി കഴിയുന്ന പഴയ ഒരു അമേരിക്കൻ കളിപ്പാവയായ രാജാവിൻ്റെ മകൻ അവിടെ നിന്നുകൊണ്ട് ഖാംനഈ മാറണം, അവിടെ ഭരണമാറ്റം ഉണ്ടാവണം, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളും ബാക്കിയുള്ളവരെല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ചങ്ങ് കിടത്തിയെന്നാണ് പറയുന്നത്. നല്ലപോലെ ഉറങ്ങ് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാനുള്ള ഗുളികയും നൽകി എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ പുള്ളി UK കഴിയുകയാണ്. ഷാ മുഹമ്മദ് റേസ പഹ്ലവി എന്ന് പറയുന്ന ആളിൻ്റെ മകൻ റേസ പഹ്ലവിയാണ് ഞാൻ റെഡിയാണ്, അവിടെ ഉടനെ തന്നെ ഭരണമാറ്റം ഉണ്ടായി, അത് വന്ന് എങ്ങനെയെങ്കിലും അങ്ങ് ഏറ്റെടുത്ത് ഭരിച്ചുകൊള്ളാൻ വയ്യാതെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കുറച്ച് മലയാളം പത്രങ്ങളും ചാനലുകളും, കാരണം ഞാൻ 2-3 തവണ മാതൃഭൂമി ഓൺലൈനിൽ കാണുകയാണ്, ഖാംനഈ വീണാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്, ഖമീനി വീണാൽ തകർന്നു പോയോ, ഖമീനി വീണാൽ അരാജകത്വമോ. യഥാർത്ഥത്തിൽ റഷ്യ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ കാര്യം എന്താണ്? റഷ്യ ഈ കാര്യത്തിൽ കടുപ്പമുള്ളൊരു തീരുമാനമെടുത്തത് റഷ്യയ്ക്കാകെ മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജിക് പങ്കാളിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ റഷ്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഭരണകൂടമാണ് ഖാംനഈയുടെ ഭരണകൂടം. അതിനെ അട്ടിമറിക്കാനോ അതിനെ ഇല്ലാതാക്കാനോ അതിനെ ഉന്മൂലനം ചെയ്യാനോ ഒരു കാരണവശാലും റഷ്യയുടെ കയ്യിൽ ആയുധമുള്ളിടത്തോളം കാലം നടക്കില്ല. അതിനു വേണ്ടി വന്നാൽ അവർ അണുവായുധ സാങ്കേതിക വിദ്യ പോലും നൽകും. ഇതൊന്നും അറിയാതെയും ആരെങ്കിലും എഴുതിക്കൊണ്ട് കൊടുക്കുന്ന ഒരു ഓൺലൈൻ സംഗതിയും വെച്ചിട്ടാണ് ഇന്ന് അട്ടിമറിയുമോ, വൈകിട്ട് ചായ കുടിക്കുന്ന സമയത്ത് മറിയുമോ, ഭരണാധികാരിയായി അവിടെ നിന്ന് അങ്ങേര് വരുമോ എന്നൊക്കെ ചോദിച്ചുള്ള ഒരുപാട് ജൽപ്പനങ്ങൾ അടിച്ചുവിടുന്നത്. ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസും അതിൻ്റെ താല്പര്യങ്ങളും അതിലെ അജണ്ടകളുമൊക്കെ കുറച്ചുകൂടി ഗൗരവമായി വിലയിരുത്തേണ്ടതാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് റഷ്യയുടെയും ചൈനയുടെയും അച്ചുതണ്ടിനോട് ചേർത്ത് കെട്ടാൻ അങ്ങ് ഇസ്രയേലിൻ്റെ വായിൽ ഉള്ള ഏറ്റവും നല്ല ശക്തനായ ഒരു രാജ്യമാണ് ഇറാൻ. അതിനെ വല്ലാണ്ട് ദുർബലപ്പെടുത്താൻ അവർ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ നോക്കിക്കൊള്ളൂ, വരുന്ന ആളുകളിൽ കുറച്ചുകൂടി, ഇത്രയും നാൾ ഇറാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഏകപക്ഷീയമായി കയറി ഇസ്രയേൽ അങ്ങ് ചട്ടമ്പിത്തരം കാണിക്കുമെന്ന്. നിരപരാധികളായ ഫലസ്തീനികളുടെ മേൽ പലതും പ്രവർത്തിച്ചൊരു ധൈര്യത്തിലാണ് അത്തരമൊരു സംഗതി ചെയ്തത്. പക്ഷേ തിരിച്ചടി വലുതായിപ്പോയി, അല്പം കനത്തതായിപ്പോയി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.